ഞങ്ങളൊരു 5 മീറ്റർ അകലത്ത് നിന്ന് ഈ സാധനത്തെ കണ്ടതാണ്. അപ്പോഴത്തേക്കും പോലീസുകാർ പടക്കം പൊട്ടിക്കുന്നു. ഇവിടെ താഴെയായിരുന്നു. അവർ ഓടി വന്നപ്പോഴത്തേനും പുലി അത് ആ സാധനം പോയി. അപ്പൊ ഇന്ന് പട്ടീനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഈ സാധനം നമ്മുടെ വീട്ടിൽ കയറി ഒരു കുട്ടികളെ നമ്മളെ ഓരോരുത്തരെ ആരെയും ആക്രമിക്കില്ലാന്ന് ഇവർക്ക് ഉറപ്പ് നമുക്ക് തരണം. അപ്പൊ അതിനുവേണ്ടി കൂട് വെച്ച് കൃത്യമായിട്ട് ഇവർ അതിനെ പിടിച്ച് ഏത് സ്ഥലത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൊണ്ടുപോയി വിട്ടോട്ടെ. ഇതിനെ കൊല്ലാനൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മുടെ ഇവിടെ നാട്ടിൽ ഇന്ന് രാവിലെ തുടങ്ങിയ തെരച്ചിലാണ്. ഞങ്ങൾ ഇനി തിരയുന്ന പരിപാടിയില്ല. ഇനി ഇതിന് ശാശ്വതമായ പരിഹാരം ഫോറസ്റ്റുകാരല്ല റേഞ്ചറൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സാർമാരും അതിന്റെ മേലെ അധികാരികളും ഞങ്ങൾക്ക് കൃത്യമായ ഇന്ന് പാലം കൊണ്ട് പോകുന്ന കാര്യങ്ങൾ വരെ വലിയ പ്രശ്നത്തിലുള്ള ഇല്ല പോയിട്ടില്ല. ഇന്ന് ആരും റബ്ബർ വെട്ടിയിട്ടില്ല. ഇന്ന് പശുവിന് ഇവിടെ ആരും പുല്ല് വെട്ടിയിട്ടില്ല. ഇപ്പൊ 3 ദിവസം അതിന്റെ പുറകെ ഇത്രയും ചെറുപ്പക്കാരും ആൾക്കാരൊക്കെ നടക്കുന്നു. അപ്പൊ അതിന് കൃത്യമായ ഒരു പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് റേഞ്ചർ ഓഫീസറും അതിന് വേണ്ടപ്പെട്ട അധികാരികളും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഈ സ്ഥാനത്തെ പിടിച്ച് ഒഴിവാക്കി തരേണ്ട കടമ അവർക്കുണ്ട്. ഇന്ന് പട്ടിയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആളെ പിടിക്കില്ല. അത് ഉറപ്പാണ്. അത് പിടിച്ചിരിക്കും. ഞങ്ങൾ കാണിച്ചു കൊടുത്താണ്. അതിനെ ഓടിക്കാന്ന് അന്നേരം പറഞ്ഞപ്പോ ഇവര് സമ്മതിച്ചിട്ടില്ല. അതിനുശേഷം 5:45 ആയപ്പോഴാണ് ഇവര് പടക്കവും ബാക്കി കാര്യങ്ങളുമായിട്ട് എത്തിയിട്ട് ഇതിനെ ഓടിച്ചിട്ടുള്ളത്. ഓടിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ ഇരുട്ടായി പോയിട്ട് ഇതങ്ങോട്ട് പോയെന്ന് കണ്ടെടുത്താൻ ശാസ്ത്രീയമായ രീതിയിലാണ് ഇവര് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാനുള്ള ഉത്തരവാദിത്വം സർക്കാരിന് ഫോറസ്റ്റ് വകുപ്പിനുമുണ്ട്. അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് മാറും. അതിനുള്ള അവസരം ഉണ്ടാക്കരുത് മാത്രമാണ് ഞങ്ങൾ വണ്ടി വിടില്ല. ഫോറസ്റ്റുകാരുടെ പോലീസുകാരുടെ വണ്ടി ജസ്റ്റ് 1 മണിക്കൂർ മുമ്പ് ഈ പറമ്പിന് തൊട്ട് മുകളിൽ ഞങ്ങൾ 4 പേര് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറന്തള്ളുന്നത്. കൃഷിക്കാരന് വിലയില്ല. ഇന്നലെ 3 മണിക്ക് ഇന്നലെ കൃത്യം 3 മണിക്ക് ഈ ഒരു റോഡ് സൈഡിൽ കിടക്കുന്ന ഞങ്ങളെ കൃത്യമായിട്ട് കാണിക്കാൻ വീഡിയോ അടക്കം ഫോറസ്റ്റുകാരടക്കം കണ്ടതാണ്. ഇന്നലെ 3 മണിക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ കടുവ എഴുന്നേറ്റ് പോകുന്നത്. എന്നിട്ട് ഇവർ പറഞ്ഞു സന്ധ്യാവട്ടെ എന്ന്. ഇവർ പറയുന്നത് മറ്റുള്ള ആൾക്കാരെ ഇത് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി സന്ധ്യാവട്ടെ എന്നാ പറയുന്നത്. ഇവിടെ ഇങ്ങനെയുണ്ടെങ്കിൽ ഇവർ ഈ സമയം വരെ 3 ദിവസമായി ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ഞങ്ങൾ തിരയാൻ പോകുന്ന പരിപാടിയില്ല. ഞങ്ങൾ മടുത്തു 3 ദിവസമായി പണിക്ക് പോയിട്ട്. അപ്പൊ ഇവിടെ എല്ലാരും പിന്നെ പാല് കൊടുത്തിട്ട് ഇവിടെ റബ്ബർ വെട്ടിയിട്ടില്ല, പശുവിന് പുല്ല് വെട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം ഇനി കൂട് വെക്കുക, ഇതിനെ കെണിയിൽ വെച്ച് വീഴ്ത്താൻ പിടിക്കാം. അധികാരികൾ തരാതെ ഞങ്ങള് ശക്തമായി ഇതിനെ പ്രതികരിക്കും. ഇനി ഇവിടുന്ന് ഒരു വണ്ടി പോലും വന്നാൽ ഞങ്ങൾ വിടുകയല്ല. ഫോറസ്റ്റുകാർ ഒരു വണ്ടിയും ഇനി വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന് തീരുമാനമാകാതെ. അതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ തീരുമാനം. 3 ദിവസമായി നമ്മുടെ കടുവ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ കയറിയിട്ട് അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ ഇതിന്റെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നേരത്തെ ഒരു 3 മണിക്ക് ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് കാണുകയും നമ്മൾ ഫോറസ്റ്റുകാരെ അറിയിക്കുകയും ചെയ്തു. ഫോറസ്റ്റുകാർ വന്നു. അവർ ചില അമാന്തം കാണിച്ചു. അതിന്റെ പേരിലാണ് ഇന്നലെ നമുക്ക് അതിനെ പുറംചാടിക്കാൻ പറ്റാതെ പോയത്. വീണ്ടും ഇന്നലെ രാത്രി നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. എന്റെ വളർത്തു നായ്ക്കളെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി വളർത്തിയിരുന്ന 3 പട്ടികളെ ഇന്നലെ തന്നെ രാത്രി അത് കൊന്നു. രാവിലെയാണ് കൊന്നത്. ഇന്നലെ രാത്രി നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. രാത്രി ഞങ്ങളൊരു 12 മണിവരെ ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിട്ടില്ല. എപ്പോഴും ഞങ്ങൾ തോട്ടത്തിന്റെ സൈഡും വീടിന്റെ പുറകുവശവും ഭാഗം എല്ലാം ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയില്ല. രാവിലെ ഇന്ന് ഞങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ എന്റെ പറമ്പിന്റെ തൊട്ട് അതിലോട് ചേർന്ന് തന്നെ നമ്മൾ കടുവേനെ കാണുകയും നമുക്ക് വീണ്ടും അതിനെ കണ്ടുകിട്ടാൻ പറ്റിയില്ല. ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഇറങ്ങി നടന്നു. ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു കെണി കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ഇതിനെ പിടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നു. തപ്പി കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടാണ് ഇറക്കി വിടേണ്ടത്. അപ്പൊ അതിന്റെ എതിർവശത്ത് നിന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ ജനവാസ കേന്ദ്രത്തിലേക്ക് തന്നെ വീണ്ടും കയറുള്ളൂ. അപ്പൊ അതുകൊണ്ട് പടക്കം പൊട്ടിക്കരുതെന്ന് പറഞ്ഞു. ഇവർ കേട്ടില്ല. ഇവർ അവിടെ തൊട്ടേ പടക്കം പൊട്ടിച്ച് ഇറങ്ങി വരും. ഇത് കൊളവള്ളി ഭാഗത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കുകയും ഈ പ്രദേശത്തെ ജനങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഭീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. സജീവമായ ഫോറസ്റ്റിന്റെ സർവ്വ സന്നാഹങ്ങളും കൊളവള്ളി ഭാഗത്തുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് സമയത്തും നിലകൊള്ളുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യാദൃശ്യമായിട്ട് കടുവയെ തുരത്താൻ കഴിഞ്ഞ ദിവസം നടന്ന ശ്രമങ്ങളിലൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ റേഞ്ച് ഓഫീസുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ കടുവയ്ക്ക്
നിരീക്ഷണ ക്യാമറ വയ്ക്കുകയും നാളെ രാവിലെ ഡോക്ടർ അടങ്ങുന്ന സംഘം ഇവിടെ സന്ദർശിക്കുകയും വേണ്ട തുടർ നടപടി കൂടുവെക്കണമെങ്കിൽ കൂടുവെക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ ആശങ്ക മാറ്റുന്നതിന് തീർച്ചയായിട്ടും വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്. ജനങ്ങളെ ആശങ്കപ്പെടുത്തി നമ്മുടെ സീതാമൗണ്ട് സേവിങ്ങളിൽ കണ്ട കടുവ നമ്മുടെ കൊളവളിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. 2 ദിവസമായിട്ട് ജനങ്ങൾ ഭീതിയിലാണ്. അപ്പോൾ നമുക്ക് അറിയാം, ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കടുവയെ ഒന്നെങ്കിൽ മൈക്ക് വെടിവെച്ച് പിടിക്കുകയോ കൂട് വെച്ച് പിടിക്കുകയോ ചെയ്തുകൊണ്ട് ഈ കടുവയുടെ നിന്ന് മാറ്റണമെന്നാണ്. അത് തന്നെയാണ് ശാശ്വത പരിഹാരം. അല്ലാതെ നമ്മളിവിടെ കുറേ ആളുകൾ തെരഞ്ഞതുകൊണ്ടോ നമ്മളങ്ങോട്ടും കൊണ്ടോ നമ്മൾ സംസാരിച്ചുകൊണ്ടോ നമ്മുടെ ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബഹുമാനപ്പെട്ട റേഞ്ചറടക്കം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ആവശ്യം എന്തോ ആ ആവശ്യത്തിന് വേണ്ടി ജനപ്രതിനിധികൾ എന്ന നിലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. അത്തരത്തിൽ ജനങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ ജനങ്ങൾക്ക് ഭീതികരമായ രീതിയിലുള്ള അവസ്ഥകൾ മാറ്റമുണ്ടാകാൻ ഈ കടുവയെ പിടിച്ച് ഇവിടുന്ന് തുരത്തുന്നതിന് വേണ്ടി ഓടിച്ചു വിടുന്നതിന് പകരം ഈ കടുവയെ കൂട് വെച്ച് പിടിക്കുകയോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മയക്ക വെച്ച് നമ്മൾ പിടിക്കുകയോ ചെയ്തുകൊണ്ട് ഈ കടുവയുടെ മാറ്റാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ തീരുമാനം. ആവശ്യകരമായ പരാതികളും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാനും അവർ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനപ്രതിനിധികൾ എന്ന കണ്ടിട്ട് പഞ്ചായത്തിന്റെ ബോർഡിന്റെ നേതൃത്വത്തിൽ മേൽഘടകത്തിലേക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ ആവലാതികളും പോലെ തന്നെ പേടിയും മാറ്റാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആവശ്യപ്പെടുന്നതാണ്. ഇന്ന് തന്നെ അതിന്റെ ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് കടക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.